ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സാറ്റർഡേ സൊമാറ്റോ വീഡിയോ ആണ്. 1 മിനിറ്റ് ഓഫ്ലൈൻ ആയാലും അവന്മാർ എന്നെ ഇൻസെന്റീവ് കട്ട് ചെയ്ത. ഇതുവരെ എനിക്ക് 150 രൂപ ആയതേ ഉള്ളൂ. ഞാൻ കരഞ്ഞു വിളിച്ച് സീനായി. സമയം 6:55 ഇതുവരെ ഒരു ഓർഡർ പോലും അടിച്ചില്ല. ഭയങ്കര റൂഡാണ് എല്ലാവരുടെ അടുത്തും. ഇപ്പൊ നമ്മുടെ കയ്യിലാണ് ക്യാഷ് എന്ന്. സെപ്റ്റംബർ ഹിന്ദിക്കാരനായിരുന്നു. ഹിന്ദിയിൽ എനിക്ക് പണ്ടേ കുറച്ച് ജ്ഞാനം കൂടുതലായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് പേഴ്സണലി ഈ റെസ്റ്റോറന്റ് ഇഷ്ടമല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സാറ്റർഡേ സൊമാറ്റോ വീഡിയോ ആണ്. ഇന്നത്തെ ഷിഫ്റ്റ് ഞാൻ 6 to 9 ആണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ഫുൾ ഡേ എടുക്കണം വിചാരിച്ചു, പക്ഷെ ഉച്ചയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ആവശ്യങ്ങളായിട്ട് പുറത്തു പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഷിഫ്റ്റിന്റെ മാത്രം വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ സാറ്റർഡേയിൽ സൊമാറ്റോക്ക് വൈകുന്നേരം പോയാൽ എത്ര രൂപയാണ് ഏർണിങ്സ് കിട്ടുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ആപ്പിൽ എങ്ങനെയാണ് ഞാൻ ഷിഫ്റ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു കമന്റ് കണ്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ പോയി എങ്ങനെയാണ് ആപ്പിൽ ഷിഫ്റ്റ് ബുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഞാനിന്ന് ഇതിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഷിഫ്റ്റ് ബുക്ക് ചെയ്യാറെന്ന് കാണിക്കാം. ജിഗ് എടുക്കണം. ജിഗ് മീൻസ് നമ്മുടെ ഷിഫ്റ്റ് ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേത്തേക്കാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേ ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ബുക്ക് ചെയ്യാൻ പോകുന്നത് വൈകുന്നേരത്തെയാണ്. 6 to 7, 7 to 9. എസ്റ്റിമേറ്റ് എമൗണ്ട് കാണിക്കുന്ന 250 to 385 വരെ കിട്ടാമെന്നതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏത് സമയത്താണോ പോവാൻ ഓക്കെ ആയിട്ടുള്ളത് ആ സമയം സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. ഇപ്പോൾ സമയം 5:58 നമുക്ക് എന്തായാലും ഓൺലൈൻ ആവാം. അപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ഞാൻ ഇനി യൂണിഫോം ഇടണം, ഒന്ന് ഫ്രഷ് ആവാനുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഓർഡർ അടിക്കുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഹായ്, അനന്തു സന്തോഷ് വന്നിട്ടുണ്ട്. ഇപ്പം മണി 6:45 ഇതുവരെ നമുക്ക് ഓർഡർ ഒന്നും അടിച്ചില്ല. അപ്പോൾ ഇവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോയി ഒരു ഷവർമ കഴിക്കാം. അവൻ്റെ പാനിപ്പൂരി ഷവർമ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ ഓർഡർ അടിച്ചില്ല. എന്താണെന്ന് എങ്ങനെയുണ്ട്? നമ്മളിവിടെ സ്ഥിരം വരുന്ന സ്പോട്ടാണ്. ഇപ്പോൾ സമയം 6:55 ഇതുവരെ ഒരു ഓർഡർ പോലും അടിച്ചില്ല. നമ്മൾ 2 ഷിഫ്റ്റാണ് എടുത്തത്. 6 to 7, 7 to 9. 6 to 7 വരെയുള്ള ഷിഫ്റ്റിന് എനിക്ക് ഇതുവരെ ഒരു ഓർഡർ പോലും അടിച്ചില്ല. ഇനി അടുത്തത് 7 to 9, 5 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ഓർഡർ അടിക്കില്ലേ നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സിറ്റിക്കകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഓർഡർ കിട്ടുമായിരിക്കും. നമ്മൾ ഇത്രയും നേരം കറങ്ങിയിട്ട് നമുക്കൊരു 37 രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പാഞ്ചാലിയിൽ നിന്നാണ് ഓർഡർ. എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ നമുക്കിനി അങ്ങോട്ട് പോവാം. പാഞ്ചാലിയിൽ എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ കൊടുക്കാം. ഓർഡർ റെഡിയാവാൻ 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യണം. ഓൾറെഡി 1 hour വെയിറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ ഓർഡർ റെഡിയായി. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ തന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കൊണ്ട് കൊടുക്കാനുള്ള സ്ഥലം പാറ്റൂരാണ്. പാറ്റൂർ ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. നമുക്ക് ഇവിടെ റീച്ച് ഡ്രോപ്പ് കൊടുക്കാം. എന്നിട്ട് കസ്റ്റമറിനെ ഒന്ന് വിളിച്ചു നോക്കാം. കറക്റ്റ് എനിക്ക് ഇവിടെയാണ് വീടെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 37 രൂപയാണ് കിട്ടിയത്. അടുത്ത നമുക്ക് ഇവിടെ നിന്ന് സംസമിലോട്ട് പോവാം. സംസമിന്റെ അടുത്ത് ആ പാളയത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടും എന്ന് വിശ്വസിക്കാം. ഗായ്സ്, മണി 7:20 കാണും. 7:20 ഇതുവരെയായിട്ട് നമുക്ക് ആകെ ഒരു ഓർഡറാണ് കിട്ടിയത്. ഇന്ന് ബുക്ക് ചെയ്തപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തായാലും ഓർഡർ കുറവായിരിക്കുമെന്ന്. കാരണം ഇൻസെന്റീവും കുറവായിരുന്നു. ലൈക്ക് ഒരു 7 ഓർഡർ എടുത്താൽ 90 രൂപ അങ്ങനെ എന്തോ ഇൻസെന്റീവ് ഉണ്ടായിട്ടുള്ളൂ. ഒരു കുഴപ്പമുണ്ട് ടൊമാറ്റോക്കാര്. ഒരാഴ്ച അവര് നല്ലപോലെ പേയ്മെന്റ് തരും. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നൈസ ഓർഡർ കുറയ്ക്കുന്നത് പേയ്മെന്റും തരും. അങ്ങനെയല്ല, നമ്മൾ ഓടിയാ നമ്മൾ വർക്ക് ചെയ്താൽ എന്തായാലും പേയ്മെന്റ് തരും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവര് ഒരു കുഴപ്പമാണ്. തേപ്പല്ല, ഇവരൊരു കുഴപ്പമാണ്. അതായത് ആദ്യത്തെ ഒരാഴ്ച നല്ല ഇൻസെന്റീവും നല്ല ഓർഡറും കാണും. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഇൻസെന്റീവിന്റെ എമൗണ്ട് കുറയും. അതൊരു വല്ലാത്ത പോരായ്മയാണ്. അത് ആക്ച്വലി മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് അവർ ഇൻസെന്റീവ് കുറയ്ക്കും. മന്ത് സ്റ്റാർട്ടിങ്ങിൽ മീൻസ് ഓരോ മന്തിലും ഓരോ ഇൻസെന്റീവ് ആയിരിക്കും. ഡിപ്പെൻസ്. ചില സമയം നല്ല കാശ് കിട്ടും, ചില സമയം കാശ് കിട്ടില്ല. ഈ ഇടയ്ക്ക് നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം എൻ്റെ ഒരു മണ്ടത്തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. ആ ഒരു ബ്രേക്ക് 1 മിനിറ്റും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഓഫ്ലൈൻ ആയിപ്പോയി. 1 മിനിറ്റ് ഓഫ്ലൈൻ ആയാലും അവന്മാർ എന്നെ ഇൻസെന്റീവ് കട്ട് ചെയ്താവും. പക്ഷെ നമുക്ക് 9 മണി കഴിഞ്ഞിട്ടേ ഇൻസെന്റീവ് കട്ട് ചെയ്തതായിട്ട് അറിയത്തുള്ളൂ. ഞാൻ ഇൻസെന്റീവ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ചില്ലായി 10 മണി വരെ ഓടി. 10 മണി കഴിഞ്ഞ് ഞാൻ കയറി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഇൻസെന്റീവ് കാണിക്കുന്നില്ല. ഇൻസെന്റീവ് അവന്മാർ കട്ട് ചെയ്തു. ഞാൻ അന്ന് കരഞ്ഞ് വിളിച്ച് സീനാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അതൊക്കെ കളഞ്ഞിട്ട് പോയി. പക്ഷേ ഓർഡർ വേറൊരാൾക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ കളഞ്ഞിട്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സൊമാറ്റോയ്ക്ക് 2 ഫേസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും, ചില ദിവസങ്ങളിൽ നല്ല എമൗണ്ട് കിട്ടത്തില്ല. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർഡറും കുറവാണ്. പിന്നെ മന്തിൻ്റെ അവർ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ഇൻസെന്റീവും നല്ല കുറവാണ്. അതിന്റെ അവസാനം അറിയാം നമുക്ക് വല്ലതും കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പാളയത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു. ഹോട്ടൽ അരുണ എന്നാണ് നമുക്ക് ഓർഡർ അടിച്ചത്. 31 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ചെയ്തു. ഇനി അങ്ങോട്ട് പോകും നോക്കാം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് എന്തായാലും റീച്ച് ലൊക്കേഷൻ കൊടുക്കാം.
ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അത് പോയി പിക്ക് ചെയ്യാം. ഗൈസ് അങ്ങനെ ഓർഡർ പിക്ക് ചെയ്ത് നമ്മൾ പിക്ഡ് ഓർഡർ കൊടുത്തെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കി. ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി, നമുക്ക് റീച്ച്ഡ് കൊടുക്കാം, എന്നിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കാം. 7ാമത്തെ നിലയിലാണ്, ഇതൊരു ഫ്ലാറ്റ് ആണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് നമുക്ക് കൈ വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് നിന്ന് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഇവിടെ സ്കാൻ കൊടുത്താൽ മതി. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറ്റും. കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് ക്യാഷ് തന്നത്, അപ്പോൾ ഞാനിവിടെ ഇത് കൊടുത്തിട്ട് ഓർഡർ ഡെലിവേർഡ് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ഓർഡർ ബാർബിക്യൂ സ്പേസിൽ നിന്നാണ്. 43 രൂപയുടെ ഓർഡറാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ബാർബിക്യൂ സ്പേസിൽ നിന്നാണ് നമുക്ക് ഓർഡർ. കസ്റ്റമർ നമുക്കൊരു 20 രൂപ ടിപ്പും തന്നു. ഇനി പിക്കപ്പ് ചെയ്യാൻ ഫുഡ് റെഡിയാവാൻ 3 മിനിറ്റ് എടുക്കും. അങ്ങനെ ഓർഡർ പിക്ക് ചെയ്തു. നമുക്കിത് കൊണ്ട് കൊടുക്കാനുള്ള ശാസ്തമംഗലത്താണ്. ഇവിടെ നിന്ന് കുറച്ച് പോകണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കാം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. റീച്ച് ലൊക്കേഷൻ കൊടുക്കാം. ഇതും ഒരു ക്യാഷ് ഓൺ ഡെലിവറി ആണ്. നമുക്ക് 59 രൂപയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. ഇത് ഓർഡറും അടിച്ചു. ഹോട്ടൽ ശരവണ ഭവൻ. 46 രൂപയുടെ ഓർഡറാണ്. നമുക്ക് എന്തായാലും ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ശരവണ ഭവനിലെത്തി. ഓർഡർ റെഡിയായോ? 4 മിനിറ്റ് എടുക്കും ഓർഡർ റെഡിയാവാൻ. അപ്പോഴേക്കും ക്യാഷ് ഓൺ ഡെലിവറി വന്നാൽ എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് 2 ക്യാഷ് ഓൺ ഡെലിവറിയാണ് കിട്ടിയത്. രണ്ടും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ്. ഒരെണ്ണം 1000-ഉം 200 സംതിങ് ആണ് കിട്ടിയത്. നമുക്ക് അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്കിത് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ നമുക്ക് നമ്മുടെ ഓഫ്ലൈനാണ്. തിരിച്ച് അവർക്ക് എങ്ങനെയാണ് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം കാണിച്ചേക്കുന്ന ഡിപ്പോസിറ്റ് ചെയ്യാൻ 1091 രൂപയാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിലൊരു 1100 രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിപ്പോസിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഡിപ്പോസിറ്റിൽ കൊടുക്കുക. UPI ID. ഞാൻ ഇപ്പോൾ UPI ID ആണ് ചെയ്യുന്നത്. നമുക്ക് എമൗണ്ട് ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ 1100 ചെയ്യണത്. നമുക്ക് എത്രയാണോ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അത്രയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഇതിൽ പക്ഷേ അവർ പറയുന്ന എമൗണ്ടിൽ നിന്നും എന്തെങ്കിലും കൂട്ടി അയച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത്ര എമൗണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ കൊടുത്തിട്ട് നിങ്ങളുടെ UPI ID ഇവിടെ കൊടുക്കുക. ഗൈസ് ഇപ്പോൾ എൻ്റെ സിം ഇതിലായതുകൊണ്ട് അനന്തുവിൻ്റെ ഫോൺ വഴിയാണ് ഞാൻ ഇപ്പം എമൗണ്ട് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനന്തുവിൻ്റെ UPI ID ഇതിൽ കൊടുത്തിട്ട് കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് UPI ID ഇതേപോലെ റിക്വസ്റ്റ് വരും. അപ്പം പാസ്വേഡ് അടിച്ചാൽ സബ്മിറ്റ് കൊടുക്കുക. ഇതിന് മുന്നേ അനന്തു കുറേ അയച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ക്യാഷ് ഓൺ ഡെലിവറി പേയ്മെൻറ്റ് നമ്മളിവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഓർഡർ റെഡിയായി. നമുക്ക് പിക്ക് ഓർഡർ കൊടുക്കാം. അടുത്ത് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പാളയത്താണ്. പാളയത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ അതും ഡെലിവറി ചെയ്തു. കാരണം അടുത്ത ഓർഡർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 36 രൂപയുടെ ഓർഡറാണ്. ബാർബിക്യൂ സ്പേസ് പാളയത്തെ ബാർബിക്യൂ സ്പേസ്. എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ബാർബിക്യൂ സ്പേസ് ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യമില്ലാത്ത റെസ്റ്റോറൻ്റ് ആണ്. ഗൈസ് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങൾക്ക് 2 പേർക്ക് പേഴ്സണലി ഈ റെസ്റ്റോറൻറ്റ് ഇഷ്ടമല്ല, തീരെ താല്പര്യമില്ല. അതായത് നമുക്ക് ഓർഡർ റെഡിയാവാൻ ഇനി 1 മിനിറ്റും കൂടെ എടുക്കും. കസ്റ്റമർ ലൊക്കേഷൻ പേട്ടയാണ്. പേട്ട ഇത് ഞാൻ ആഡ് ചെയ്യും. ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓർഡർ എടുക്കാം. എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ അവരെ പറഞ്ഞിട്ട് എന്താണെന്ന് അറിയൂടെ. ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര മുടയാണ്. ഇത് പാളയത്തെ ബാർബിക്യൂ സ്പേസ് ആണ്. വഴുതക്കാടുള്ളവർക്ക് പിന്നെയും കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി വെള്ളം ചോദിച്ചാൽ പോലും അവന്മാർ തരൂല. ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടമല്ല. അവർക്കൊക്കെ ഭയങ്കര മുടയാണ്. എന്തോ ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് കഴിക്കാതിരിക്കുന്നത് ആ ഒരു ഇതാണ്. അവർ ഭയങ്കര റൂഡാണ് എല്ലാവരുടെ അടുത്തും. നമ്മൾ ലൊക്കേഷനിലെത്തി. ഇതൊരു ഫ്ലാറ്റാണ്. 2nd ഫ്ലോർ ആണ് പോവേണ്ടത്. ഇവിടെ ലിഫ്റ്റ് ഇല്ല ഗൈസ്. അത് കൊടുത്ത ആ ചേച്ചി എനിക്ക് 20 രൂപ ടിപ്പ് തന്നു. എത്ര രൂപ ഈ ഓർഡറിന് കിട്ടി നോക്കാം. 36 രൂപയാണ് കിട്ടിയത്. ഇപ്പോൾ ഒരു 8:45 ഒരു ഓർഡറും കൂടെ എടുത്താലേ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. 5 ഓർഡർ എടുത്താൽ 65 രൂപ, 7 ഓർഡർ എടുത്താൽ 90 രൂപ. അങ്ങനെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഇൻസെൻറ്റീവ്. ഇനി ഒരു ഓർഡറും കൂടെ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. ഇതുവരെ എനിക്ക് 150 രൂപ ആയതേ ഉള്ളൂ. ഇൻസെൻറ്റീവ് കൂടെ കൂട്ടിയാലേ എനിക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഓർഡറും കൂടെ കിട്ടുമോ നോക്കാം. ഗായ്സ് ഫൈനലി നമുക്ക് ആ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 39 രൂപയുടെ ഓർഡറാണ്. പാളയത്തെ സ്വീറ്റ് ആൻഡ് സ്പൈസി എന്നാണ് ഓർഡർ. അതായത് നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഗായ്സ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഓർഡർ റെഡിയായോ? ആ ഓർഡർ റെഡിയായി. നമുക്ക് അവിടെ പോയി എടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ പിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഇഞ്ചിക്കലാണ്. മേ ബി ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓർഡർ. ഓൾറെഡി 8:52 ആയി. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷിഫ്റ്റും കഴിയും. ആ കിട്ടിയ ഗ്യാപ്പിൽ ഏതോ ഒരു ബേക്കറി കയറിയിട്ടുണ്ട്. ഇന്ത്യയിൽ മേടിച്ചോണ്ടിരിക്കുകയാണ്. ക്രേവിങ്സ് ആണോ? വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു. ലൊക്കേഷനിലെത്തി. നമുക്കിവിടെ റീച്ച് ഡ്രോപ്പ് കൊടുത്തിട്ട് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. ഗൈസ് കസ്റ്റമർ ഹിന്ദിക്കാരനായിരുന്നു. ഹിന്ദിയിൽ എനിക്ക് പണ്ടേ കുറച്ച് ജ്ഞാനം കൂടുതലായതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. കസ്റ്റമർ വെളിയിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം മനസ്സിലായ ആവോ. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനൽ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഇനി എത്ര
എത്ര രൂപ കിട്ടി നോക്കാം. ഫൈനൽ ഓർഡർ 39 രൂപയാണ് കിട്ടിയത്. ലാസ്റ്റത്തെ ലൊക്കേഷൻ കുറച്ച് ടഫായിരുന്നു. എൻ്റെ ഒരു മണ്ടത്തരം കാരണം ഞാൻ ലൊക്കേഷൻ മാറ്റിയിട്ടു എന്നല്ല, ലൊക്കേഷൻ നോക്കി പറഞ്ഞു കൊടുത്തത് മാറിപ്പോയി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞേനെ. നമ്മൾ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വരേണ്ടതിന് പകരം ഹോട്ടലിന്റെ ബാക്കിൽ എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓർഡർ ആയിരുന്നു. വീട്ടിൽ പോകുമ്പോൾ അറിയാം എത്ര രൂപ കിട്ടിയെന്ന്. കാരണം ഇന്ന് നല്ല എമൗണ്ട് കുറവായിരുന്നു. കാണണം, ഓർഡർ കുറവായിരുന്നു. ഞാൻ നോർമലി 10 വരെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 10 വരെ എടുത്തില്ല. 10 വരെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞൊരു എമൗണ്ട് അത്രയും എമൗണ്ട് വരെ കിട്ടാം. കാരണം ഇൻസെൻറ്റീവ് കൂടും. ഇന്നിപ്പോൾ ഞാൻ 6 to 9 എടുത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എമൗണ്ടും കുറയും, ഇൻസെൻറ്റീവും കുറയും. നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റിലും നല്ല കുറവുണ്ടാവാം. എപ്പോഴും അങ്ങനെയാണ്. ലൈക്ക് 6 മണിക്ക് ശേഷം 6 മണിക്ക് നമ്മൾ ഓൺലൈൻ ആവും. പക്ഷെ എനിക്കൊരു 6:45 7 മണിയാകുമ്പോഴേ ഓർഡർ കിട്ടി തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഞാൻ 10 മണി വരെ നിൽക്കണതുകൊണ്ട് എനിക്ക് ആ ഇൻസെൻറ്റീവ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ 9 മണി വരെ എടുക്കുന്നുള്ളൂ. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ 9 മണി വരെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് ഇന്നത്തത് കുറവായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ എത്താറായാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വേണം അവന് ഗെയിം കളിക്കാൻ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം എത്ര രൂപ കിട്ടി, എന്തൊക്കെയാണ് ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ ബൈ. ഇങ്ങനെ ബൈ പറ. ബൈ. വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഒരു 9:15 ആയപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇന്ന് എത്ര രൂപ കിട്ടി, എത്ര ഇൻസെൻറ്റീവ് കിട്ടി, എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്ന് കിട്ടിയ എമൗണ്ട് 295 രൂപയാണ്. പിന്നെ അതിൽ 230 രൂപ ഓർഡർ ഏർണിങ്സും പിന്നെ 65 രൂപ നമ്മൾ 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് 7 മണിക്ക് ശേഷം 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് 65 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 70 രൂപ അടുപ്പിച്ച് എനിക്കൊരു ടിപ്പ് കിട്ടി. ഇപ്പം നമ്മൾ ഇന്ന് വർക്ക് ചെയ്തത് 2 മണിക്കൂർ 6 മിനിറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇന്ന് അത്ര എമൗണ്ട് ആണ് കിട്ടിയത്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാനൊരു 3 hours and 70 minutes വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു 555 രൂപ കിട്ടി. ഇന്ന് ഞാൻ 2 hours വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ഇന്ന് എനിക്ക് 300ൻ്റെ അകത്താണ് കിട്ടിയത്. കൂടാതെ ടിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ 9 to 10 ഷിഫ്റ്റും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും അന്ന് വീഡിയോ കാണിച്ചെന്ന ആ ഒരു എമൗണ്ടിൻ്റെ അകത്ത് എന്തായാലും കിട്ടിയത്. കാരണം ഇൻസെൻറ്റീവും കൂടും, ഓർഡർ ഏർണിങ്സും കൂടുമായിരുന്നു. പിന്നെ ഞാൻ നല്ല ടയർഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ബുക്ക് ചെയ്യാത്തത്. എനിക്കൊന്ന് വന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കാണാൻ ഇഷ്ടം അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ചോദിച്ചാൽ എന്തായാലും അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ എക്സൈറ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.